ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി മാത്ത് ഓൺലൈൻ ലേണിംഗ് അക്കാഡമി. ഐ ആം ബാബു. ഇന്നിവിടെ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് BSc ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഡിംഗ് തിയറി എന്നുള്ള ടോപ്പിക്കാണ്. കോഡിംഗ് തിയറി 4th മൊഡ്യൂളിലാണ് വരുന്നത്. 4th മൊഡ്യൂൾ കോഡിംഗ് തിയറി ആൻഡ് കോമ്പിനറ്റോറിക്സ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഈ ടോപ്പിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോഡിംഗ് തിയറി എന്ന് പറയുന്നത് അപ്ലൈഡ് മാത്തമാറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ്. ഈ ടോപ്പിക്സിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു സെൻഡർ ഉണ്ടായിരിക്കും, അതുപോലെ റിസീവർ ഉണ്ടായിരിക്കും. അയക്കുന്നയാളിനെയാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നയാളിനെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. മെസ്സേജ് സ്വീകരിക്കുന്ന ആളിനെയാണ് നമ്മൾ റിസീവർ എന്ന് പറയുന്നത്. മെസ്സേജ് സ്വീകരിക്കുന്ന ആളെ നമ്മൾ റിസീവർ എന്ന് പറയും. അപ്പോൾ സെൻഡർ അയക്കുന്ന മെസ്സേജ് അതിൻ്റെ ഒറിജിനൽ ഫോമിൽ കിട്ടുക എന്നുള്ളതാണ് റിസീവറും സെൻഡറും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ടോപ്പിക്സിൽ ബൈനറി ഡിജിറ്റ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്ന മെസ്സേജുകളാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ സെൻഡറെ സംബന്ധിച്ചോളം മെസ്സേജ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന് എൻകോഡിങ് നമ്മളതിന് പറയും. അതുപോലെ എൻകോഡ് ചെയ്ത മെസ്സേജിനെ ഡീകോഡ് ചെയ്തതിന് ശേഷമാണ് റിസീവർക്ക് കിട്ടുന്നത്. ഡീകോഡ് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ റിസീവർക്ക് ആ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ എൻകോഡിങ്ങിനും ഡീകോഡിങ്ങിനും ഇടയ്ക്ക് ഈ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നോയിസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് സംഭവിക്കാം, അതായത് എറർ സംഭവിക്കാം. ആ എറർ ഒക്കർ ചെയ്യുന്നതും ഡിജിറ്റൽ ഫോമിൽ തന്നെയായിരിക്കും. ഇപ്പം 0-1 അല്ലെങ്കിൽ ബൈനറി സിസ്റ്റത്തിൽ നമ്മൾ 0യും 1 ആണ് ഉപയോഗിക്കുന്നത്. 0യുടെയും 1ൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജിനകത്ത് ഈ 0യുടെയും 1ൻ്റെയും പൊസിഷൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 0യ്ക്ക് പകരം ഒരു 1 ആവുകയോ 1ന് പകരം 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെസ്സേജ് മറ്റൊരു മെസ്സേജായിട്ട് മാറും. അങ്ങനെ വരുന്ന മെസ്സേജിനെ നമുക്ക് എങ്ങനെ ഡീകോഡ് ചെയ്യാം, ഏത് ലിമിറ്റ്, ഏത് എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ഡീകോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ട്രാൻസ്മിറ്റിംഗ് മെസ്സേജസ് കൺവേഡ് ടു എ സെൻഡർ ടു എ റിസീവർ. മെസ്സേജ് എന്ന് പറഞ്ഞാൽ സം ഇൻഫർമേഷൻസ് ക്യാരിയിങ് സിഗ്നൽസ് ആയിരിക്കും. നമ്മളെ ഈ ടോപ്പിക്കിൽ നമ്മൾ സിഗ്നൽസ് എന്ന് പറഞ്ഞ് ഇവിടെ സിഗ്നൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബൈനറി ഡിജിറ്റ്സ് ആണ്. 0യും 1ഉം ആണ് ഇവിടെ നമ്മൾ ഡിജിറ്റ്സ്. നമ്മളിവിടെ കോഡിംഗ് തിയറിയിൽ ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്പേഴ്സ് ആവാം, ഫിഗേഴ്സ് ആവാം, അതുപോലെ തന്നെ ആൽഫബറ്റ്സും ആവാം. മെസ്സേജ് സിഗ്നൽസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതായത് സെൻഡർ സപ്പോസ് അയക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സെൻഡർ അയക്കുന്ന ഒരു മെസ്സേജാണ്. ആ മെസ്സേജിനെ നമ്മൾ എൻകോഡിങ് ചെയ്യും. എൻകോഡിങ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതാണ് അതിന് പ്രത്യേകത. ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിയുമ്പം അത് കോഡ് വേർഡ്സ് ആയിട്ട് മാറും. ആ കോഡ് വേർഡ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിയുമ്പം ഈ എക്സ് എന്നുള്ളത് യു എന്ന് പറയുന്ന കോഡായിട്ട് മാറുന്നു. ആ യു എന്ന് പറയുന്ന കോഡിനെ നമ്മൾ ഈ ചാനലിലേക്ക്, ഈ മീഡിയത്തിലേക്ക് കൊടുക്കുന്നു. മീഡിയത്തിലേക്ക് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോയിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ എററോടെ സംഭവിച്ചതിന് ശേഷം കിട്ടുന്ന കാര്യമാണ് ഈ വി എന്ന് പറയുന്നത്. എറർ സംഭവിച്ച മെസ്സേജിനെയാണ് ഡീകോഡർക്ക് ഡീകോഡ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ഡീകോഡ് ചെയ്യുന്നതിനുള്ള മെത്തേഡുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എറർ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, സപ്പോസ് എക്സ് എന്നുള്ളത് എക്സ് എന്നുള്ള മെസ്സേജ് ഇവിടെ എക്സ് ആയിട്ട് തന്നെ റിസീവ് ചെയ്യും. എറർ സംഭവിച്ചു കഴിഞ്ഞാൽ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആയിട്ട് മാറും. എറർ ഇല്ലെങ്കിൽ യു ഈക്വൽ ടു വി ആയിരിക്കും, എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. എറർ സംഭവിച്ചാൽ യു നോട്ട് ഈക്വൽ ടു വി ആവും, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആവും. എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ എററിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ അത് കോഡ് വേർഡ്സ് ആയിട്ടാണ് മാറുന്നത്, സിഗ്നൽസ് ആയിട്ടാണ് പോകുന്നത്. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ബൈനറി സിഗ്നൽസ് ആണ്. 0യുടെയും 1ൻ്റെയും കോമ്പിനേഷൻ ആയിട്ട് വരുന്ന സിഗ്നൽസിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബൈനറി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ബൈനറി നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ ബി എന്ന് ഡിനോട്ട് ചെയ്യാം.
ബിയിൽ 2 എലമെന്റ് ആണുള്ളത്, 0യും 1ഉം. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ അഡീഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 4 കാര്യങ്ങളാണ് അവിടെ വരുന്നത്. 2 എലമെന്റ് ആണുള്ളത്. 0 + 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 + 1 എന്ന് പറയുന്നത് 1 + 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 + 1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. 1 + 1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ബൈനറി സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഓർഡിനറി അഡീഷൻ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് നമ്മൾ റൗണ്ടായിട്ട് കൊടുക്കും. ഇങ്ങനെ ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന അഡീഷൻ. ഇപ്പോൾ 0 + 0 എന്ന് പറയുന്നത് 0, 0 + 1ഉം 1 + 0യും 1 ആയിരിക്കും. 1 + 1 = 0 ആയിരിക്കും. അപ്പോൾ ഈ രൂപത്തിലാണെങ്കിൽ ഇതിനെ നമുക്ക് സപ്പോസ് ബി എന്ന് പറയുന്നത് B1 എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പർ ഫിക്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, സൂപ്പർ ഫിക്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഒരു ക്രോസ് പ്രോഡക്റ്റ് നിങ്ങൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ട്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എ ക്രോസ് ബി എടുക്കുമ്പോൾ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സിന്റെ ഓർഡർ പെയർ നമ്മളവിടെ കളക്ട് ചെയ്യും. അതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. അത് +1 ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. +1ലും +2ലും ഒക്കെ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അത് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ബി ക്രോസ് ബി എന്ന് പറയുന്നത് സെറ്റിനകത്ത് ഓർഡേർഡ് പേഴ്സ് ആയിരിക്കും വരുന്നത്. 0 0 0 1 1 0 1 1 അങ്ങനെ 4 പേർ അവിടെ വരും. കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മളിതിനെ ഈ സിംഗിൾ ബ്രാക്കറ്റ് അകത്തുള്ള ഒഴിവാക്കിയിട്ട് 0 0 0 1 1 0 1 1 എന്ന് എഴുതും. ഇതിനെ ബി ക്രോസ് ബി എന്ന് പറയുന്നത് B² എന്നാണ് വായിക്കുന്നത്. B² B2 എന്ന് വേണമെങ്കിലും വായിക്കാം, B² എന്ന് വേണമെങ്കിലും. സൂപ്പർ ഫിക്സ് ആയിട്ടാണ് 2 ഉപയോഗിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ B² എന്ന് പറഞ്ഞാൽ 0 0 0 1 1 0 1 1. ബി എന്ന് പറയുന്നത് B1 ആണ്. 0യും 1ഉം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ BQ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതാണ് BQവിനകത്ത് വരുന്നത്. എക്സെട്ര ഇതുപോലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് BN എന്തായിട്ട് എഴുതാം? BN എന്ന് പറയുന്നത് BN is equal to set of all x1 x2 etc xn such that xi belongs to B ആയിരിക്കും. xi belongs to B. ഇതാണ് നമ്മൾ BN. സെറ്റ് ഓഫ് ആൾ x1 x2 എല്ലാം വരും. അപ്പോൾ ഇവിടെ ബിയിൽ 2 എലമെന്റേ ഉള്ളൂ. അതിന്റെ n എലമെന്റ്സിന്റെ പെയറിംഗ് ആണ് അവിടുന്ന്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ BN എന്ന് പറയുന്നത് സെറ്റ് തിയറിയാണ്. സെറ്റ് തിയറിയിൽ നിങ്ങൾക്കറിയാം 2n ആയിരിക്കും. അതായത് ബിയിൽ 2 എലമെന്റ്, അതിൽ n-ന്റെ പേഴ്സ് എടുക്കുമ്പോൾ 2n എലമെന്റ്സ് ആണ് അവിടെ ടോട്ടൽ BN-ൽ വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ. ഇപ്പോൾ ബിയിൽ BB B1-ൽ 2 എലമെന്റ്, B²-ൽ 4 എലമെന്റ്, BQ-ൽ 8 എലമെന്റ്, B⁴ ആകുമ്പോൾ 16 എലമെന്റ്. ഈ രൂപത്തിലാണ് വരുന്നത്. ഇവിടുത്തെ ഇതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള ഈ B² BQ ഇങ്ങനെയുള്ള രൂപത്തിലുള്ള സിഗ്നൽസ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോഡ്സിനെ ഈ സിഗ്നൽസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡ്സ് എന്ന് പറഞ്ഞാൽ മെസ്സേജിനെ ഈ സിഗ്നൽസ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സപ്പോസ് 0 തന്നെ ഒരു മെസ്സേജ് ആയിട്ട് എടുക്കാം, 1 ഒരു മെസ്സേജ് ആയിട്ട് എടുക്കാം. 0 എന്ന് പറയുന്ന മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 0 0 ആവും, ചിലപ്പോൾ 0 0 0 ആവും. അങ്ങനെ പോകുമ്പോൾ B1-ലെ മെസ്സേജ് ട്രാൻസ്മിഷൻ കഴിയുമ്പം അത് എവിടുത്തെ എലമെന്റ് ആയിട്ട് മാറാം? B2-ലെ B3-ലെ B4-ലെയോ എലമെന്റ് ആയിട്ട് മാറാം. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അതിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ബൈനറി അരിത്തമെറ്റിക് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസിനകത്ത് വരും. അല്ലെങ്കിൽ BN എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക, അബിലിയൻ ഗ്രൂപ്പ് ഫോം ചെയ്യുക അണ്ടർ ദ ഓപ്പറേഷൻ അഡീഷൻ, ബൈനറി അഡീഷൻ ആൻഡ് റിഡക്ഷൻ മോഡൽ എന്നാണ് അതിന് പറയുന്നത്. BN ഈസ് എ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആൻഡ് റിഡക്ഷൻ മോഡലും. അഡീഷൻ ആൻഡ് റിഡക്ഷൻ മോഡലും 2. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് x1 x2 etc xn എന്നുള്ള എലമെന്റ്സ് എല്ലാം BAയിലാകുമ്പോൾ x1 + x2 അസ്യൂം ചെയ്യുന്ന വാല്യൂസ് either 0 or 1 ആയിരിക്കും. അല്ലെങ്കിൽ x1 x2 etc xn അസ്യൂം ചെയ്യുന്ന വാല്യൂസ് either 0 or 1 ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. xi = 1 ആകുമ്പോൾ xi + xi എന്ന് പറയുന്നത് 0 ആവും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ BN എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആൻഡ് റിഡക്ഷൻ മോഡലും 2 ആയിരിക്കും. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം.
ഷോ ദാറ്റ് ബി എൻ ഈസ് എ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആൻഡ് റിഡക്ഷൻ മോഡൽ 2. B2 B3 B4 ബി എൻ നമ്മൾ പറഞ്ഞ് തെളിയിച്ചു കഴിഞ്ഞാൽ B2 B3 B4 ഒന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പം ബി എൻ ഈസ് എ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആൻഡ് റിഡക്ഷൻ മോഡൽ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ബി എൻ എഴുതാം. ബി എൻ എന്ന് പറയുന്നത് ബി എൻ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1 x2 എക്സെട്ര xn. ഇത് ഒറ്റ എലമെന്റ് ആണ്. സച്ച് ദാറ്റ് xi ബിലോങ്സ് ടു ബി. ബി എന്ന് പറയുന്നത് സെറ്റ് 0 1. അതാണ് ബി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് എലമെന്റ് നമ്മൾ എടുക്കുന്നത്. ഇത് ഒരു എലമെന്റ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. ലെറ്റ് എക്സ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn ആൻഡ് y ഈസ് ഈക്വൽ ടു y1 y2 എക്സെട്ര yn എന്നെടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ അഡീഷൻ റിഡക്ഷൻ മോഡലും ആണ്. അതിന് നമ്മൾ പ്ലസ് ബേസ്ഡ് ഓൺ 2 എന്ന് പറയും, x2 പ്ലസ് y2 എക്സെട്ര xn പ്ലസ് yn ആയിരിക്കും. ഇവിടെ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ഇത് x1 x2 എക്സെട്ര എന്ന് കോമ എടുത്ത് എഴുതുന്നത്. ഇതിൻ്റെ സം എടുക്കാൻ വേണ്ടിയിട്ടാണ്. എക്സെട്ര yn ദാറ്റ് ഈസ് ഈക്വൽ ടു z1 z2 എക്സെട്ര zn ആയിരിക്കും. ബിലോങ്സ് ടു bn ആയിരിക്കും. വേർ zi ഈസ് എയ്തർ 0 or 1. zi is either 0 or 1. So sum of two elements is an element. Therefore, bn is closed with respect to addition. അല്ലെങ്കിൽ നമ്മൾ പറയും പ്ലസ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. ദറ്റ് ഈസ് ബി എൻ ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇനി നമുക്കിവിടെ തെളിയിക്കാനുള്ളത് ഗ്രൂപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അഡിറ്റീവ് ഐഡൻറ്റി വേണം, അഡിറ്റീവ് ഇൻവേഴ്സ് വേണം, അഡിറ്റീവ് ഇൻവേഴ്സ് വേണം, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇതിലെ 3 എലമെന്റ് നമ്മൾ എടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് പ്ലസ് വൈ റൗണ്ട് സമ്മ എന്ന് വേണമെങ്കിൽ പറയാൻ പ്ലസ് ഇസെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ആയിരിക്കും. അസോസിയേറ്റ് ഇല്ല, ഹോൾഡ് ചെയ്യും ബി എൻ. 2 പ്രോപ്പർട്ടിയും കൂടെ പ്രൂവ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ആവും. ഒന്ന് ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഇപ്പോൾ 0 എന്ന് പറയുന്നത് 0 0 എക്സെട്ര 0 ബിലോങ്സ് ടു ബി എൻ. എക്സ് പ്ലസ് ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് എക്സ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. 0 ഏത് എലമെന്റിലൂടെ 0 കൂട്ടിയാൽ അതിന്റെ വാല്യൂ ആ എലമെന്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് എക്സ് പ്ലസ് ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് എക്സ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. സോ 0 ഇസ് ഐഡന്റിറ്റി എലമെന്റ് ഇൻ ബി എൻ ആയിരിക്കും. ഇനി ഒരു പ്രോപ്പർട്ടിയും കൂടാണ് ശേഷിക്കുന്നത്, ഇൻവേഴ്സ് എലമെന്റ് ആണ്. അപ്പോൾ x1 x2 എക്സെട്ര xn x ഈക്വൽ ടു x1 x2 എക്സെട്ര xn ബിലോങ്സ് ടു ബി എൻ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 0 0 0 എക്സെട്ര 0 ബിലോങ്സ് ടു ബി എൻ ആയിരിക്കും. അതായത് ഒരു എലമെന്റ് ഇൻവേഴ്സ് ആ എലമെന്റ് തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ B2 എടുത്താൽ B2 ആണ് എടുക്കുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ 4 എലമെന്റ് ആണ്. 0 0 0 1 1 0 1 1. ഇതിൽ 1 പ്ലസ് 1 നോക്കിയാൽ മതി. 1 പ്ലസ് 1 എടുക്കുമ്പോൾ 1 1 പ്ലസ് 1 1 എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 1, 1 ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ടു ഓർഡേഡ് പെയറാണ് ഈ 1 1 എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1, 1 പ്ലസ് 1, 1 ആണ് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ടു 1 പ്ലസ് 1, 1 പ്ലസ് 1 ആയിരിക്കും. കറസ്പോണ്ട് 1 പ്ലസ് 1 0 0 ഈക്വൽ ടു 0 0 ആയിരിക്കും. 0 0. അപ്പോൾ അതുപോലെയാണ്. ഇപ്പോൾ ഒരു എലമെന്റ് ഇൻവേഴ്സ് അതേ എലമെന്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഏത് എലമെന്റ് എടുത്താലും x1 പ്ലസ് x1 എന്ന് പറഞ്ഞാൽ 4 പ്രോപ്പർട്ടികൾ xi പ്ലസ് xiക്ക് അസ്യൂം ചെയ്യാവുന്ന വാല്യൂ xi പ്ലസ് xi എന്ന് പറയുന്നത് ജനറലായിട്ട് പറഞ്ഞാൽ ഫോർ xi ഈക്വൽ ടു 0 ആൻഡ് 1 രണ്ടും വന്നാലും xi പ്ലസ് xi എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ റൗണ്ട് സം ആണ്, അതായത് അഡീഷൻ ആൻഡ് റിഡക്ഷൻ മോഡലാണ്. അപ്പോൾ xi പ്ലസ് xi എന്ന് പറയുന്നത് 0 ആവുന്നതുകൊണ്ട് ഒരു എലമെന്റിനെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ സം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ x പ്ലസ് x എന്ന് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് അത് 0 എലമെന്റ് ആയിട്ട് മാറും. അപ്പോൾ എല്ലാ എലമെന്റേയും അഡിറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ അതേ എലമെന്റ് തന്നെ ആയിരിക്കും. സോ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് x ഈസ് x itself. X is x itself. So Bn, comma the operation plus is a group
ബി എൻ പ്ലസ് എന്ന് പറയാം. ബി എൻ ഇസ് എ ഗ്രൂപ്പ് അണ്ടർ ദ ഓപ്പറേഷൻ പ്ലസ് എന്നാണ്. ബി എൻ കോമ പ്ലസ് ഈസ് എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് കൺക്ലൂഡ് ആവും. കൂടാതെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ആണ്. ഓൾസോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഫോർ ആൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു ബി എൻ. Therefore, Bn is an abelian group. Under the operation, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലസ് ഈ അഡീഷണൽ റിഡക്ഷൻ മോഡുലോ എന്ന് പറയുന്ന ഓപ്പറേഷൻ മോഡുലോ 2 എന്നുള്ള ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ട് അതൊരു അബിലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടെ നമ്മുടെ ഇതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ബി എൻ എന്ന് പറയുന്ന ഒരു സെറ്റിലെ എലമെന്റ്സ് ആണ് കോഡുകളായിട്ട് വരുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഗ്രൂപ്പ് കോഡായിട്ട് മാറും. ഇത് ഗ്രൂപ്പ് കോഡായിട്ട് മാറും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ബി എന്നിലെ എലമെന്റ്സ് ആണ് നമ്മളെ കോഡ് വേർഡ്സ് ആയിട്ട് മാറുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ബി എന്നിനെ ഗ്രൂപ്പ് കോഡ് എന്ന് പറയും. ഓക്കെ, എനി കോഡ് വിച്ച് ഈസ് എ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആൻഡ് റിഡക്ഷൻ മോഡുലോ 2 ഈസ് നോൺ ആസ് എ ഗ്രൂപ്പ് കോഡ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ മെസ്സേജ് ട്രാൻസ്മിഷൻ്റെ കേസിൽ നമുക്ക് രണ്ട് സെറ്റ് എടുക്കാം. B1 ഈസ് ഈക്വൽ ടു 0 1. അപ്പോൾ B1 0 1 രണ്ട് മെസ്സേജസ് ആണ് ഇവിടെ, 0 1 0 ആൻഡ് 1 are 2 മെസ്സേജസ്. അപ്പോൾ മെസ്സേജിൽ ബോക്സിൽ 0 1 ആണ് അവിടെ വരുന്നത്. ഈ 0ക്ക് 1 കറസ്പോണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സപ്പോസ് T of 0 is equal to 0 0 0. T of 1 is equal to 1 1 1. ഇപ്പോൾ ട്രാൻസ്ഫോം ചെയ്തപ്പോൾ അത് 0 0 0യും 1 1 1 ആയിട്ട് മാറും. ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തതിനെ നമ്മൾ ചാനലിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിന് എറർ സംഭവിച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ 0 0 0 എന്നുള്ളത് ചാനലിലേക്ക് മാറുമ്പോൾ 0 0 1 ആവാം, 0 1 0 ആവാം, 1 0 0 ആവാം, 0 0 1 ആവാം, 0 1 0 ആവാം, 1 0 0 ആവാം. അപ്പോൾ ഒരു എറർ ഇവിടെ സംഭവിച്ചു, ഒരു 0. അതായത് 0 0 0 എന്നുള്ള ട്രാൻസ്ഫോം ചെയ്ത മെസ്സേജിന് എറർ സംഭവിക്കുമ്പം 0 0 1 ആവാം, 0 1 0 ആവാം, 1 0 0 ആവാം. അതുപോലെ 1 1 1 എന്നുള്ള മെസ്സേജിനെയും എന്ത് സംഭവിക്കും, എറർ സംഭവിച്ചാൽ 1 1 1 എന്നുള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എറർ എന്ന് പറഞ്ഞാൽ ഒന്നിന് സ്ഥാനത്ത് 0 വരുമ്പോഴാണ് എറർ ആവുന്നത്. 1 1 0 ആവാം, 1 0 1 ആവാം, 0 1 1 ആവാം. അപ്പോൾ അവിടെ ഒരു എറർ സംഭവിച്ചു. 2 എററാണ് സംഭവിക്കുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ വരും, ഇവിടെ 2 എറർ സംഭവിക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് 2 എറർ ആണെങ്കിൽ 0 0 1 എന്നുള്ളത് 0 1 1 ആവും, 1 0 1 ആവും, 1 1 0 ആവും. അങ്ങനെയാണ് 2 എറർ. അപ്പോൾ അവിടെ രണ്ടിടത്ത് 2 എറർ വന്നിട്ടുണ്ട്. 0ക്ക് ഇവിടെ 0യുടെ സ്ഥാനത്ത് 2 എററാണ് ഇവിടെ വന്നിരിക്കുന്നത്. 0 0 1 1ഉം 1 0 1ഉം 1 1 0യും വരാം. അതുപോലെ 1 1 1 എന്നുള്ള മെസ്സേജിനെ കറസ്പോണ്ടിങ് ആയിട്ട് 1 1 1 എന്നുള്ള ഇത് 2 എറർ ഇൻ 0 0 0. അതുപോലെ 2 എറർ ഇൻ 1 1 1 എന്നുള്ളത് അവിടെ 2 0 സംഭവിക്കും. അതപ്പോൾ അതെങ്ങനെയൊക്കെ വരാം, 1 0 0 ആവാം, 0 1 0 ആയിട്ട് വരും, 0 0 1 ആയിട്ടും വരാം. അപ്പോൾ അവിടെ 2 എറർ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഫർദർ സ്റ്റഡിയിൽ ഇതിൽ എത്ര എറർ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. 2 എറർ വരെ ഐഡൻറ്റിഫൈ ചെയ്യാം. 3 മെസ്സേജ് ഉള്ള കേസിൽ നമുക്ക് 2 എറർ ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ 3 സിഗ്നൽസ് വരുന്ന കേസിൽ B3 എലമെൻ്റ് ആയിട്ട് വരുന്നു. B1നെ അങ്ങോട്ടാണ് ട്രാൻസ്ഫോം ചെയ്തത്, B3യിലേക്ക്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് T ഈസ് എ മാപ്പിംഗ് ഡിഫൈൻഡ് ഫ്രം B1 ടു B3 ആണ്. T ഈസ് എ മാപ്പിംഗ് ഡിഫൈൻഡ് ഫ്രം B1 ടു B3. അപ്പോൾ ഒരു സിംഗിൾ മെസ്സേജ് ആയിട്ട് വന്ന 0യും 1നെയും ട്രാൻസ്ഫോം ചെയ്ത് 0 0 0യും 1 1 1 ആയിട്ട് മാറ്റുന്നു. അങ്ങനെ 0 0 0യും 1 1 1 ആയിട്ട് മാറ്റുമ്പോൾ സംഭവിക്കാവുന്ന എററാണ് ഈ പറഞ്ഞത്. ചാനലിലോട്ട് വരുമ്പോൾ എങ്ങനെ മാറാം, ഇതിനെ 0 0 ഒരു എററാണെങ്കിൽ 0 0 മൂന്നാമത്തെ 0യുടെ സ്ഥാനത്ത് 1 വരാം, അല്ലെങ്കിൽ രണ്ടാമത്തെ 0യുടെ സ്ഥാനത്ത് 1 വരാം, അല്ലെങ്കിൽ ഒന്നാമത്തെ 0യുടെ സ്ഥാനത്ത് 1 വരാം. അപ്പോഴാണ് അവിടെ ഒരു എറർ സംഭവിക്കുന്നത്.
സെയിം കേസ് ആ 111ന്റെ കേസിലും മൂന്നാമത്തെ ഒന്നിന്റെ സ്ഥാനത്ത് 0 ആകുമ്പോൾ അവിടെ എററായി, രണ്ടാമത്തെ ഒന്നിന്റെ സ്ഥാനത്ത് 0 ആകുമ്പോൾ എററായി, മൂന്നാമത്തെ ഒന്നിന്റെ സ്ഥാനത്ത് 0 ആയപ്പോഴും എററായി. അപ്പോൾ അതാണ് അവിടെ വരുന്നത്. അപ്പം ഈ എലമെന്റ്സ് എല്ലാം, ഈ എറർ സംഭവിച്ച എലമെന്റ്സും ട്രാൻസ്ഫോം ചെയ്ത എലമെന്റ്സും B3യിലെ എലമെന്റ്സ് ആണ്. അതാണ് അതിന്റെ പ്രത്യേകത, B3യിലെ എലമെന്റ്സ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി അതിനെ ഡീകോഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നമ്മുടെ ഒറിജിനൽ മെസ്സേജ് 0 നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ മെസ്സേജ് എന്ന് പറയുന്നത് ഏതാണ്? 0. ഈ ട്രാൻസ്ഫോംഡ് മെസ്സേജിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ മെസ്സേജ് 0 നമ്മൾ റിട്രീവ് ചെയ്യണം. 0 റിട്രീവ് ചെയ്യണം. ആ മെത്തേഡാണ് ഇനി നമ്മൾ തുടർന്ന് വരുന്ന തിയറി എല്ലാം പറയാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ B1 നിന്ന് B3യിലേക്കാണ്. ട്രാൻസ്ഫോർമേഷൻ B1 നിന്ന് B3. അപ്പോൾ ലോവർ സ്പേസിൽ നിന്ന് ഹയർ സ്പേസിലോട്ടാണ് ട്രാൻസ്ഫോം ചെയ്ത് വിടുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ലോവർ സ്പേസിൽ നിന്ന് ഹയർ സ്പേസിലോട്ടാണ് ട്രാൻസ്ഫോം ചെയ്ത് വിടുന്നത്. ട്രാൻസ്ഫോം സംഭവിക്കുന്നത് ലോവർ സ്പേസിൽ നിന്ന് ഹയർ സ്പേസിലേക്കാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്കിതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ കണ്ട എക്സാമ്പിളിനകത്ത് B1 നിന്ന് B3യിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതുപോലെ നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോൾ BMൽ നിന്ന് BNലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യണം ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്, BMഉം BNഉം. അപ്പോൾ നമുക്കത് എഴുതാം. ജനറലായിട്ട് പറയുമ്പോൾ നമുക്ക് ലെറ്റ് BM and BN be two sets with n greater than m, n greater than m, T BM to BN be an one linear transformation. The range of T is equal to TBM is a subset of BN and it is known as code. Let us denote it by C in the denominator. Let us denote it by C. That is C is equal to range of T. Range of T is equal to T of BM. BMന്റെ T ഇമേജ് ആണ് കോഡായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോൾ കോഡ് ഡിഫൈൻ ചെയ്യുന്നതിന് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം. സോ കോഡ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഏതായിരിക്കും? കോഡ് ഈസ് എ സബ്സെറ്റ് ഓഫ് BN ആയിരിക്കും. കോഡ് ഈസ്, അതായത് BM നിന്ന് BNയിലേക്കാണ് നമ്മളിവിടെ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത്, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ കോഡ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ദി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും, ഓർ റേഞ്ച് ഓഫ് ദി മാപ്പിംഗ് ആയിരിക്കും. അതാണ് കോഡായിട്ട് പറയുന്നത്. സോ C ഈസ് ഈക്വൽ ടു റേഞ്ച് ഓഫ് T ആൻഡ് TC. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തതിൽ B1ൽ നിന്ന് B3യിലേക്കാണ് ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തത്. B1ൽ നിന്ന് B3യിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്ത ട്രാൻസ്ഫോർമേഷനകത്ത് B1നകത്ത് 2 എലമെന്റ് ആണ്. അപ്പോൾ TF0 നമ്മൾ എഴുതിയത് 0 0 0യും TF1 എന്ന് പറയുന്നത് 1 1 1ഉമായിട്ട് നമ്മൾ എഴുതി. സോ C ഈസ് ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും? കോഡ് എന്ന് പറയുന്നത് 0 0 0 1 1 1 ആയിരിക്കും. ഇതാണ് കോഡായിട്ട് വരുന്നത്. 0 0 0യും 1 1 1 ആണ് അവിടെ കോഡായിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് കോഡ്. അപ്പോൾ ഇവിടെ C എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് B3 ആയിരിക്കും. C is a subset of B3. അപ്പോൾ നമ്മൾ കോഡ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വേണം. അതുപോലെ 2 സെറ്റ് വേണം. ഈ സെറ്റിന് നമ്മൾ സാധാരണ വെക്ടർ സ്പേസ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സെറ്റ് എന്ന് വെറുതെ പറയാറില്ല, വെക്ടർ സ്പേസ് എന്നുള്ള വേർഡിലാണത്, മീനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 വെക്ടർ സ്പേസുകളിലേക്കാണ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഒരു വെക്ടർ സ്പേസ് നിന്ന് വേറൊരു വെക്ടർ സ്പേസിലേക്കാണ് നമ്മൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് വെക്ടർ സ്പേസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. നിങ്ങൾ 2 സെറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മതി. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ്. 1 1 മാപ്പിംഗ് ആയിരിക്കും. ആ 1 1 മാപ്പിംഗ് വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കോഡ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഇമേജ് ആയിട്ടാണ് കോഡ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മെസ്സേജിൻ്റെ സെറ്റ് അല്ല കോഡ്, മെസ്സേജിനെ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന ഫസ്റ്റ് ട്രാൻസ്ഫോം കഴിയുമ്പോൾ കിട്ടുന്ന സെറ്റ് അത് ഏതാണോ അതിനെയാണ് കോഡെന്ന് പറയുന്നത്. അതിൽ ഓരോ എലമെന്റിനെയും കോഡ് വേർഡ് എന്ന് പറയും. 0 0 0 എന്ന് പറയുന്നത് 0 0 0 ഈസ് എ കോഡ് വേർഡ്. ഒരുമിച്ച് എഴുതാറുണ്ട്, കോഡ് വേറെയും വേർഡ് വേറെ ആയിട്ട് എഴുതാറുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒറ്റ ഇതായിട്ട് പ്രസന്റ് ചെയ്യുന്നത് കോഡ് വേർഡ്. കൂടുതൽ ആൾക്കാർ കോഡ് വേർഡ് ഒറ്റ സെന്റൻസ് ആയിട്ടാണ് എഴുതുന്നത്. അതുപോലെ ഓൾസോ 1 1 1 ഈസ് എ കോഡ് വേർഡ്.
000യും 111ഉം കോഡ് വേർഡാണ്. അങ്ങനെ കോഡ് വേർഡ്സിൻ്റെ കളക്ഷനാണ് എന്തായിട്ട് വരുന്നത്, കോഡായിട്ട് മാറുന്നത്. വെറുതെയുള്ള കളക്ഷൻ കോഡ് ആവില്ല. പക്ഷേ 11 ലീനിയർ ട്രാൻസ്ഫോർമേഷനകത്ത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഇമേജ് ആയിട്ട് വരുന്ന സെറ്റാണ്. അതായത് ഡൊമൈൻ സെറ്റിൻ്റെ ഇമേജ് ആയിട്ട് വരുന്ന സെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച് സെറ്റ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ റേഞ്ച് സെറ്റാണ് കോഡായിട്ട് മാറുന്നത്. കോഡെന്ന് പറയുന്ന ഒരു സെറ്റായിരിക്കും. അതിൽ ഓരോ എലമെൻറ്റിനെയും നമ്മൾ കോഡ് വേർഡെന്ന് പറയും. കോഡിലുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ കോഡ് വേർഡെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? Dear students, now we pass on to an important topic in coding theory, that is humming codes. Humming, HMMING, humming codes. ഇത് കോഡിംഗ് തിയറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റിച്ചാർഡ് ഹമ്മിങ് ആണ്. റിച്ചാർഡ് ഹമ്മിങ് അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അതേപോലെ തന്നെ AT&T ലാബിലെ ബെൽ ലബോറട്ടറീസ് എന്നറിയപ്പെടുന്ന AT&T ലാബിലെ സയൻറ്റിസ്റ്റ് ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് AT&T ലാബ്സ് എന്ന് പറയുന്നത്. AT&T ലാബ്സിൽ വളരെയധികം പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ലാബാണ് AT&T ലാബ് അല്ലെങ്കിൽ ബെൽ ലബോറട്ടറീസ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ സ്ഥാപനം. ഉദാഹരണത്തിന് C ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് AT&T ലാബിലാണ്. അത് ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡെന്നിസ് റിച്ചി AT&T ലാബിലെ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് AT&T ലാബ് അല്ലെങ്കിൽ ബെൽ ലബോറട്ടറീസ് അറിയപ്പെടുന്ന സ്ഥാപനം. അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു റിച്ചാർഡ് ഹമ്മിങ്. അദ്ദേഹമാണ് ഹമ്മിങ് കോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹമ്മിങ് കോഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹമ്മിങ് കോഡ്സ് ആർ ദി കോഡ്സ് ഒബ്റ്റൈൻഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് അഡീഷണൽ ഡിജിറ്റ്സ് ടു ദ ഡിജിറ്റ്സ് ഓഫ് ദി ഒറിജിനൽ മെസ്സേജ്. അങ്ങനെ അഡീഷണലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സിന് പറയുന്ന പേരാണ് പാരിറ്റി ഡിജിറ്റ്സ്. അഡീഷണലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഡിജിറ്റ്സിന് അറിയപ്പെടുന്ന പേരാണ് പാരിറ്റി ഡിജിറ്റ്സ്. PARITY, പാരിറ്റി ഡിജിറ്റ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മെസ്സേജസ് ആയിട്ട് നമുക്ക് ബൈനറി കോഡ്സ് എടുക്കാം. 0യും 1ഉം. 0യും 1ഉം ബിലോങ്സ് ടു B1 ആണ്. 0യും 1ഉം ആണ് ഇവിടെ മെസ്സേജ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 0യുടെ കൂടെ നമ്മൾ 00 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ 1ൻ്റെ കൂടെ 11 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Then 000 and 111 are humming codes. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 2 ഡിജിറ്റുകൾ, അതായത് 00 റൈറ്റ് സൈഡിൽ വന്നേക്കുന്ന 2 ഡിജിറ്റ് 00 അവിടെ പാരിറ്റി ഡിജിറ്റ്സ് ആണത്. അതേപോലെ 11ഉം പാരിറ്റി ഡിജിറ്റ്സ് ആണ്. 11ഉം പാരിറ്റി ഡിജിറ്റ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. മെസ്സേജ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ബൈനറി ഡിജിറ്റാണ്. ആ ബൈനറി ഡിജിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ 2 ഡിജിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 0യുടെ റൈറ്റ് സൈഡിൽ 00യും അതുപോലെ 1ൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ 11ഉം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആ കോഡിന് പറയുന്ന പേരാണ്, ആ ന്യൂ കോഡിന് പറയുന്ന പേരാണ് ഹമ്മിങ് കോഡ്. ഹമ്മിങ് കോഡ്. അതിൽ നമ്മൾ അഡീഷണൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഡിജിറ്റ്സിന് അറിയപ്പെടുന്ന പേരാണ് പാരിറ്റി ഡിജിറ്റ്സ്. പാരിറ്റി ഡിജിറ്റ്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാം. നമ്മളെ ഒരു മെസ്സേജിൽ നമ്മൾ പാരിറ്റി ഡിജിറ്റ്സ് കൂട്ടിച്ചേർത്തുകൊണ്ട് കിട്ടിയിരിക്കുന്ന കോഡെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്ന കോഡെന്ന് പറയുന്നത് n ഡിജിറ്റ്സിൻ്റെ കോഡാണെങ്കിൽ അതിനകത്ത് m ഡിജിറ്റ്സ് മെസ്സേജ് പാർട്ടും അത് കഴിഞ്ഞ് വരുന്ന n-m ഡിജിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എറർ കറക്ഷന് വേണ്ടിയിട്ടുള്ള പാർട്ടുമായിരിക്കും. അത് മെസ്സേജ് ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ എറർ കറക്ഷന് വേണ്ടിയിട്ടുള്ള പാർട്ടായിരിക്കും അതിൻ്റെ n-m ഡിജിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നോക്കിയേ, എറർ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് ഒറിജിനൽ മെസ്സേജ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ k = n-m എന്നുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ 0യും 1ഉം നമ്മൾ മെസ്സേജിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം കിട്ടുന്ന സ്ട്രിങ്ങിനകത്ത് നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഈവനോ ഓടാവും. അതായത് if the digit introduced in the last part gives an even or odd number of ones in the encoded word,
of length n, then the entire digit is known as even or odd parity check. Even or odd parity check. അതായത് നമ്മൾ 1 ഇൻട്രൊഡ്യൂസ്, അതായത് നമ്മൾ പാരിറ്റി ഡിജിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം കിട്ടുന്ന മെസ്സേജിനകത്ത് നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ അതിനെ ഈവൻ പാരിറ്റി ചെക്ക് എന്നും, അങ്ങനെ കിട്ടുന്ന മെസ്സേജിനകത്ത് നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ അതിനെ ഓഡ് പാരിറ്റി ചെക്ക് എന്നും പറയും. ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം, നോക്കിയേ. മെസ്സേജസ് എന്ന് പറയുന്നത് 00 01 10 11 ആണെന്നിരിക്കട്ടെ. മെസ്സേജസ് 00 01 10 11. 01ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പം ഈവൻ പാരിറ്റി ആവും. 10യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പം ഈവൻ പാരിറ്റി ആവും. അതുപോലെ 11ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ ഓടായി പോവും. അതുകൊണ്ട് 110 ആഡ് ചെയ്യുമ്പോൾ അത് ഈവൻ പാരിറ്റി ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈവൻ പാരിറ്റി ചെക്ക്. അതുപോലെ അതേ കേസിൽ തന്നെ ഇവിടെ നമ്മൾ 00യുടെ കൂടെ 1 ആഡ് ചെയ്താൽ ഓഡ് പാരിറ്റി ആയി. അതുപോലെ തന്നെ 01ൻ്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ ഓഡ് പാരിറ്റി ആയി. 10യുടെ കൂടെയും 0 ആഡ് ചെയ്യേണ്ടി വരും ഓഡ് പാരിറ്റി ആവാനായിട്ട്. അത് 11ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ ഓഡ് പാരിറ്റി ആവും. അതിപ്പോൾ ഓഡ് പാരിറ്റി ചെക്ക് എന്നുള്ള പേരിൽ അറിയപ്പെടും. ഓഡ് പാരിറ്റി ചെക്ക്. ഈവൻ പാരിറ്റി ചെക്കും ഓഡ് പാരിറ്റി ചെക്കും എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തതായിട്ട് ചില ടെക്നിക്കൽ ഡെഫിനിഷൻസ് ആണ്. ഒന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ വെയിറ്റ് എന്താണ്? ഒരു സ്ട്രിങ്ങിൻ്റെ വെയിറ്റ് എന്ന് പറയാൻ അതിനകത്തുള്ള നമ്പർ ഓഫ് വൺസിനെയാണ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം 00 എന്നുള്ള ഒരു സ്ട്രിങ് എടുക്കുന്നത്, അതിൻ്റെ വെയിറ്റ് 0 ആണ്. അപ്പോൾ അത് B2 എലമെൻ്റ് ആണ്. സപ്പോസ് B2 എലമെൻറ്റ് 10 എടുത്ത് 01 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് 1 ആയിരിക്കും. അടുത്ത 001 ആണ് B3 എലമെൻ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വെയിറ്റ് 1 ആയിരിക്കും. അപ്പോൾ വെയിറ്റ് ഓഫ് എ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൺസ് ഇൻ ദ സ്ട്രിങ്ങിനെയാണ് നമ്മൾ വെയിറ്റ് ഓഫ് എ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. വെയിറ്റ് ഓഫ് എ സ്ട്രിങ് ഈസ് ദി നമ്പർ ഓഫ് വൺസ് ഇൻ ദി സ്ട്രിങ്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, B2 ഈസ് ഈക്വൽ ടു 00 01 10 11. അതാണ് B2 എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ B2 എലമെന്റ് കറസ്പോണ്ട് വെയിറ്റ് ഓഫ് നമുക്ക് ഡബ്ല്യൂ ചെയ്യുന്ന വെയിറ്റ് ഓഫ് 00 എന്ന് പറയുന്നത് 0 ആയിരിക്കും. വെയിറ്റ് ഓഫ് 01 എന്ന് പറയുന്നതും അതുപോലെ വെയിറ്റ് ഓഫ് 10 എന്ന് പറയുന്നതും 1 ആയിരിക്കും. ആൻഡ് വെയിറ്റ് ഓഫ് 11 എന്ന് പറയുന്നത് 2 ആയിരിക്കും. വെയിറ്റ് ഓഫ് 11 ഈസ് ഈക്വൽ ടു 2. അപ്പം നമ്പർ ഓഫ് വൺസ് ഇൻ ദ സ്ട്രിങ്ങിനെയാണ് അതിൻ്റെ വെയിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അടുത്ത ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഹമ്മിങ് ഡിസ്റ്റൻസ് ആണ്. ഹമ്മിങ് ഡിസ്റ്റൻസ് x ഈക്വൽ ടു x1 എക്സെട്ര xnm ആൻഡ് y ഈസ് ഈക്വൽ ടു y1 y2 എക്സെട്ര yn ആണെങ്കിൽ then humming distance equal to number of digit changes from x to y or from y to x. So humming distance equal to, and denoted by h of x y is equal to number of digit changes from x to y. x in y ലേക്ക് y in x ലേക്കുള്ള ഡിജിറ്റ് ചേഞ്ചസ്, x in y ലേക്കുള്ള ചേഞ്ചസ് തന്നെയാണ് y in x ലേക്ക് വരുന്നത്. നമ്പർ ഓഫ് ഡിജിറ്റ് ചേഞ്ചസ് ഫ്രം x to y എന്ന് പറയുന്നതാണ് ഹമ്മിങ് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ നമ്പർ ഓഫ് പ്ലേസസ് വേർ എക്സ് ആൻഡ് വൈ ഡിഫേഴ്സ്. എക്സാമ്പിൾ എഴുതാം, നോക്കിയേ. എക്സ് ഈക്വൽ ടു 100 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 010 ആർ എലമെൻറ്റ്സ് ഇൻ B3 ആയിരിക്കും. then h of x y എന്ന് പറയുന്നത് 100 010 ആണ്. ഇപ്പോൾ 01 ചേഞ്ച് ഉണ്ട്, 10 ചേഞ്ച് ഉണ്ട്, 00 ചേഞ്ച് ഇല്ല. അപ്പോൾ ഹമ്മിങ് ഡിസ്റ്റൻസ് പറയുന്നത് 2 ചേഞ്ചാണ് അവിടെ ഉള്ളത്, 2 ആണ് ഇവിടെ വരുന്നത് ഹമ്മിങ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സിനകത്ത് 100 ആണ്. അത് എക്സ് വൈ ആയിട്ട് മാറ്റാനായിട്ട് ഈ 1 എന്തായിട്ട് മാറണം? ഈ 1 0 ആയിട്ട് മാറണം. അപ്പോൾ ഒരു ചേഞ്ച് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 0 1 ആയിട്ട് മാറണം, അവിടെ ഒരു ചേഞ്ച് വരും. അപ്പോൾ നമ്പർ ഓഫ് ഡിജിറ്റ് ചേഞ്ചസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ഡിജിറ്റ് ചേഞ്ചസ് ആണ് ഹമ്മിങ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്പർ ഓഫ് പ്ലേസസ് വെയർ എക്സ് ആൻഡ് വൈ ഡിഫേഴ്സ് പറയും. നമ്പർ ഓഫ് പ്ലേസസ് വെയർ എക്സ് ആൻഡ് വൈ ഡിഫേഴ്സ്. നമ്പർ ഓഫ് ഡിജിറ്റ് ചേഞ്ചസ് ആണ് അവിടെ ഉദ്ദേശിച്ചത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു
ഒരു മെസ്സേജ് ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ ഒരു പുതിയ കോഡിലേക്ക് വന്നാൽ ആ കോഡിൽ നോയ്സ് അഫക്റ്റ് ചെയ്ത് അതിന് അൾട്രേഷൻ വരുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ചേഞ്ചസ് നടത്തിയാൽ നമുക്ക് ഒറിജിനൽ മെസ്സേജിലേക്ക് എത്താം. അവിടെ ഡിജിറ്റ് ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. അതിലെ മിനിമം എത്ര ചേഞ്ചസ് വേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ട് ഇവിടെ തുടർന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ X+Y എന്ന് എടുത്ത് നോക്കാം. X+Y എന്ന് പറയുന്നത് എന്തായിരിക്കും നോക്കിയേ. X+Y = 110 ആവും. കറസ്പോണ്ടിങ് ആയിട്ട് വെയിറ്റ് ഓഫ് X+Y എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് എന്ന് പറഞ്ഞ അഡീഷൻ റിഡക്ഷൻ മോഡലാണ്. വെയിറ്റ് ഓഫ് X+Y എന്ന് പറയുന്നത് 2 ആയിരിക്കും. നമ്പർ ഓഫ് വൺസ് ആയിരിക്കും, അത് 2 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. വെയിറ്റ് ഓഫ് X+Y = 2 ആയിരിക്കും. സോ H of XY = വെയിറ്റ് ഓഫ് X+Y. പ്ലസ് എന്ന് പറഞ്ഞ അഡീഷൻ റിഡക്ഷൻ മോഡലാണ്. വെയിറ്റ് ഓഫ് X+Y വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ I = 1 to n xi plus yi. അഡീഷൻ ആൻഡ് റിഡക്ഷൻ മോഡലാണ്. സോ xi plus y ഇങ്ങനെ എഴുതാം. അതാണ് ഹമ്മിങ് ഡിസ്റ്റൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഒരു ഡെഫിനിഷൻ ഉണ്ട്. നമുക്ക് ഒരു കോഡിനകത്ത് ഒന്നിൽ കൂടുതൽ കോഡ് വേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരു കോഡിലെ എല്ലാ പെയറിൻ്റെയും എല്ലാ കോഡ് വേർഡ്സിൻ്റെയും ഹമ്മിങ് ഡിസ്റ്റൻസ് നമ്മൾ പരിശോധിക്കും. അങ്ങനെ വരുമ്പോൾ മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ്. അപ്പോൾ മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് പറയുന്ന ഒരു കോഡിലെ എല്ലാ കോഡ് വേർഡ്സിനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് ഓഫ് എ കോഡ് എന്ന് പറയുന്നത് ഈക്വൽസ് മിനിമം ഓഫ് സെറ്റ് ഓഫ് ആൾ HXY such that x, y belongs to C. That is x and y are code words in the code C. അപ്പോൾ എല്ലാ കോഡ് വേർഡിനെയും നമ്മൾ പരിഗണിക്കുമ്പോൾ ആ കോഡ് വേർഡിൽ നിന്നെല്ലാം കൂടെ കിട്ടുന്ന മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് പറയുമ്പോൾ അവിടെ കോഡിലുള്ള എല്ലാ കോഡ് വേർഡ്സും നമ്മൾ പരിഗണിക്കണം. ഒരു കോഡിലുള്ള എല്ലാ കോഡ് വേർഡ്സും നമ്മൾ പരിഗണിക്കും. മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 തിയറം അവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 5 ആണ്. 5 ഡിജിറ്റ് വീതമുള്ള സ്ട്രിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിലെ ഫസ്റ്റിന് നമുക്ക് എലമെന്റ് എക്സ് എന്ന് കൊടുക്കാം, ഈ എലമെന്റ് നമുക്ക് വൈ എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് ഇസഡ് എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് H of XY 3 ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. H of XY എന്ന് പറയുന്നത് ഇവിടെ എക്സും വൈ ആയിട്ടുള്ള കോഡ് ചേഞ്ച് നോക്കുക. ഒന്നിന് ചേഞ്ചില്ല, 0. രണ്ടാമത്തെ ഡിജിറ്റ് ചേഞ്ച് ഉണ്ട്, മൂന്നാമത്തേന് ചേഞ്ച് ഇല്ല, നാലാമത്തേന് ചേഞ്ച് ഇല്ല, 5നും ചേഞ്ച് ഇല്ല. അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് H of XY 1 ആയിരിക്കും. അടുത്ത H of YZ നോക്കുമ്പോൾ വൈയും ഇസഡും നോക്കി എഴുതി നോക്കണം. അതായത് വൈ എന്ന് പറയുന്നത് 11110 ഇസഡ് എന്ന് പറയുന്നത് 10011 ആണ്. ഫസ്റ്റ് ചേഞ്ച് ഇല്ല, സെക്കൻഡിന് ചേഞ്ച് വന്നിട്ടുണ്ട്, തേർഡിന് ചേഞ്ച് 2 ചേഞ്ചായി, അവസാനം ലാസ്റ്റിൽ ചേഞ്ച് 3 ചേഞ്ചായി. H of YZ = 3 ആയിരിക്കും. അടുത്ത മൂന്നാമത്തെന്ന് പറഞ്ഞാൽ H of XZ ആണ്. ഇസഡ് എക്സ് രണ്ട് സെയിം ആയിരിക്കും. ഫസ്റ്റ് സെക്കൻഡിന് ചേഞ്ച് ഇല്ല, തേർഡിന് ചേഞ്ച് ഉണ്ട്, ലാസ്റ്റിന് ചേഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് 2 ആണ്. സോ മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് ഓഫ് സി കോഡ് സി ഈസ് 1 ആണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഒരു കോഡ് ചേഞ്ചെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്ട്രിങ്ങിൽ നിന്ന് അടുത്ത സ്ട്രിങ്ങിലോട്ട് മാറാൻ പറ്റും. അതായത് എക്സിനകത്തുള്ള സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ആ 0 1 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അത് വൈ ആയിട്ട് മാറും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ വൈയിലെ സെക്കൻഡ് എലമെന്റ് 1 ആണ്. അത് 0 ആയി കഴിഞ്ഞാൽ എക്സ് ആയിട്ട് മാറും. അപ്പോൾ മിനിമം ഡിജിറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 1 ആണ് അവിടെ മിനിമം ഡിജിറ്റ് ചേഞ്ച്. അതായത് 1 ഡിജിറ്റ് ചേഞ്ച് കൊണ്ട് എക്സിന്ന് വൈയിലെത്താം, അല്ലെങ്കിൽ വൈന്ന് എക്സിലെത്താം. പക്ഷേ വൈന്ന് ഇസഡിലേക്ക് എത്താനായിട്ട് നമുക്കവിടെ 3 ഡിജിറ്റ് ചേഞ്ച് വേണം. ഒന്ന്, അതായത് സെക്കൻഡ് എലമെന്റ് 1 ആണ്, ഇവിടെ സെക്കൻഡ് എലമെന്റ് 0 ആണ്. അപ്പോൾ ഒരു ചേഞ്ച് അവിടെ വരുന്നുണ്ട്. വൈയിലെ തേർഡ് എലമെന്റ് 1 ആണ്, ഇസഡിലെ തേർഡ് എലമെന്റ് 0, അവിടെയും ചേഞ്ച് വരുന്നുണ്ട്. വൈയിലെ ലാസ്റ്റ് എലമെന്റ് 0 ആണ്, ഇസഡിലെ ലാസ്റ്റ് എലമെന്റ് 1 ആണ്, അവിടെയും ഡിജിറ്റ് ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന നമ്പർ ഓഫ് ഡിജിറ്റ് ചേഞ്ചസ് ആണ് നമ്മളവിടെ നോക്കുന്നത്. അങ്ങനെ നമ്പർ ഓഫ് ഡിജിറ്റ് ചേഞ്ച് വൈക്ക് ഇസഡിനുമായിട്ട് 3 ഉണ്ട്, നമ്പർ ഓഫ് ഡിജിറ്റ് ചേഞ്ച് എക്സിന് ഇസഡിനുമായിട്ട് 2 ഉണ്ട്.
അതുകൊണ്ട് മിനിമം ഡിജിറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ കോഡ് സിയിലെ മിനിമം ഡിജിറ്റ് ചേഞ്ച് 1 എന്ന് പറഞ്ഞാൽ 1 അതിൽ കൂടുതലോ ഡിജിറ്റ് ചേഞ്ച് ഉണ്ടെങ്കിലേ അതിൽ നിന്ന് ഒരു സ്ട്രിങ്ങിൽ നിന്ന് അടുത്ത സ്ട്രിങ്ങിലേക്ക് എത്താൻ പറ്റും. ഒരു സ്ട്രിങ്ങിൽ നിന്ന് അടുത്ത സ്ട്രിങ്ങിൽ എത്താനുള്ള മെത്തേഡ് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ മെസ്സേജ് കറക്റ്റ് ചെയ്ത് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മെസ്സേജിനകത്ത് കൊണ്ടുവന്ന് സംഭവിക്കുന്ന എറർ എന്ന് പറയുന്നത് ഡിജിറ്റ് ചേഞ്ച് ആണ്. അങ്ങനെ എത്ര ഡിജിറ്റ് ചേഞ്ച് ഉണ്ടെന്ന് നമുക്ക് നോക്കണം, അല്ലെ അതറിയണം. അപ്പോൾ എത്ര ഡിജിറ്റ് ചേഞ്ച് വരെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അത് ഡിജിറ്റ് ചേഞ്ച് ഡിറ്റക്ട് ചെയ്ത് മെസ്സേജിനെ കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ കോഡിനെ സ്ട്രിങ്ങിനെ കറക്റ്റ് ചെയ്ത് മെസ്സേജ് ആക്കി മാറ്റാം. അതാണ് നമ്മൾ തുടർന്ന് അങ്ങോട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, താങ്ക് യു.